നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യത്തിനുള്ള വിധി പറയുന്നത് നാളെയാണ്. 28-ാം തീയതി നാളെ കോടതി വിധി പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി എന്താണ് എന്ന് പലരും ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ്. ഒപ്പം അതുപോലെ തന്നെ ഇന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗിക യോഗവും ചേരുന്നുണ്ട്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് തന്നെയാണ് ചർച്ചാ വിഷയം. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമോ, പാലക്കാട് രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമോ, പാലക്കാട് രാഹുലിനെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. ഏതായാലും രാഹുൽ വിഷയം തൽക്കാലം മറ്റൊരു ദിവസത്തേക്ക് ചർച്ചയ്ക്ക് എടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് വരുമോ എന്നടക്കമുള്ള കാര്യവും അറിയില്ല. കാരണം രാഹുലിന് ഇനി വരാൻ പോകുന്ന വിധി എന്താണ്, രാഹുലിന് എതിരെയുള്ള അടുത്ത നടപടികൾ എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അറിയണം. നിലവിൽ ഇപ്പോൾ ഏതായാലും രാഹുൽ പാർട്ടിക്ക് പുറത്തും ജയിലിനകത്തുമാണ്. ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്ന നിരവധി ആളുകളുണ്ട്. രാഹുലിന് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണെങ്കിലും രാഹുലിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിർത്താനുമാണെങ്കിലും ഒരു പക്ഷേ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന് മൊഴി നൽകുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഞാൻ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ മത്സരിച്ചാൽ പോലും ഞാൻ വിജയിക്കുമെന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭയം ഏതായാലും കോൺഗ്രസിനുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഇല്ല, അങ്ങനെ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ മത്സരിച്ചാൽ തന്നെ വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വിജയിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും ഗുരുതരമായ ആരോപണം ഉയരുകയും കോടതി അടക്കം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഘട്ടത്തിൽ രാഹുൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ ജയിക്കുമെന്ന് കരുതുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള മുറവിളി ശക്തമായി കൂടുകയാണ്. ജനങ്ങളടക്കമുള്ളവർ പറയുന്നുണ്ട്, രാഹുൽ ഏതായാലും മത്സരിക്കാൻ ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കൃത്യമായി തന്നെ നീക്കങ്ങൾ നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മത്സര രംഗത്ത് സജീവമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ UDF-നകത്ത് ഒരു തീരുമാനമായിട്ടില്ല. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ തലപുകക്കേണ്ടി വരും തീർച്ചയായും നേതാക്കന്മാർക്ക്. കാരണം ഷാഫി പറമ്പിലാണല്ലോ അവിടെ വിജയക്കുറിപ്പ് പാടിച്ചു പോയത്. അതിനുശേഷം ഷാഫി പറമ്പിൽ MP ആയി തെരഞ്ഞെടുത്തപ്പോഴും ഷാഫി പറമ്പിലിന് കൂടി സ്വാധീനമുള്ള, ഷാഫി പറമ്പിലിന് കൂടി ഇഷ്ടമുള്ള, ഷാഫി പറമ്പിലിന്റെ അനുയായി എന്ന നിലയിൽ അനിയൻ സഹോദരതുല്യനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പാലക്കാട് ഇറങ്ങിയത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ആയിരുന്നതിൽ പാലക്കാട് ജനങ്ങൾക്ക് വളരെ ശക്തമായ ഒരു എതിർപ്പില്ലാതെ തന്നെ അവർ വിജയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, മറ്റൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ പാലക്കാടിലെ ജനങ്ങൾ പറഞ്ഞിരുന്നത് ഇതിന് പാർട്ടി മറുപടി നൽകണം, പാർട്ടി പാലക്കാട് ജനങ്ങളെ ഏറ്റെടുക്കണം, പാർട്ടി മറുപടി നൽകണം എന്നാണ്. കാരണം ഷാഫി പറമ്പിൽ വരികയും ഷാഫി പറമ്പിൽ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുമാണ് ചെയ്തത്, രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെടുത്തുകയുമാണ് ചെയ്തത്. മാത്രമല്ല, പാർട്ടിയാണ് ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നിട്ട് പോയത്. അപ്പോൾ പാർട്ടിയാണ് ഉത്തരവാദം, പാർട്ടി രാഹുലിനെ പുറത്താക്കി എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പാർട്ടിക്ക് കഴിയില്ല എന്നടക്കമുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. നിലവിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തന്നെയാണ്, ജയിലിലാണെങ്കിൽ പോലും ശക്തമായി തന്നെയാണ് രാഹുലിനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള വലിയ താല്പര്യമൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും നാളെ വാദഗതികളൊക്കെ തന്നെ നടക്കും. കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യ ഹർജിന്മേലുള്ള വാദം ജില്ലാ കോടതിയിൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന നടപടിക്രമങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം 24-ാം തീയതി വിധി പറയാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഓഡിയോ ക്ലിപ്പ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആ ഓഡിയോ ക്ലിപ്പിലെ സുതാര്യത, അതിൻ്റെ കൃത്യത, വ്യക്തത എല്ലാം വരുത്തണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ശേഷം ശനി, ഞായർ, അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനം തുടങ്ങി 3-4 ദിവസം കോടതി അവധിയായിരുന്നു. അതിനുശേഷം നാളെ കോടതി ചേരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി പറയും എന്നാണ് പറയുന്നത്. ഏതായാലും ഏവരും ഉറ്റുനോക്കുകയായിരിക്കും എന്താണ് വിധി എന്നറിയാൻ.